ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലക്ഷ്മിയാണ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കഴിഞ്ഞ ഒരു സെയിൽ പോസ്റ്റിലിട്ടിരുന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് കോപ്പർ ലീഫ് പ്ലാന്റ്. പിന്നെ കുറച്ചൊരു സ്റ്റൈലിലൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അക്കാലിഫ എന്നൊക്കെ പറയാം കേട്ടോ. ഇതിൽ ഒരുപാട് സ്പീഷീസ് ഉള്ള ഒരു വിഭാഗമാണ് കേട്ടോ. അതിൽ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. അപ്പോൾ ഇതിന് കോപ്പർ ലീഫ് എന്ന് പറയാൻ ഇതിൻ്റെ എല്ലാ ഇലകളുടെയും മുകൾ ഭാഗത്ത് ഈ ഒരു റെഡിൻ്റെ ഒരു ചെറിയൊരു ഷെയ്ഡ്, ഒരു കോപ്പർ കളർ പോലെ വരുന്നത് കൊണ്ടായിരിക്കണം ഇതിന് കോപ്പർ ലീഫ് എന്ന് കോമൺലി പറയുന്നത് കേട്ടോ. നമ്മളുടെ പൂച്ചവാലൻ ചെടി എന്നൊക്കെ പറയത്തില്ലേ പണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ്. ഇതിലും ചെറിയ ഒരു പൂവുണ്ട്, പക്ഷേ അതിനല്ല ഭംഗി, ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി. അപ്പോൾ നമ്മുടെ ബോർഡർ പോലെയുള്ള ഒരു ഭാഗത്ത് ഇതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്നെ ഭംഗിയായിരിക്കും നോക്കിയേ. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ബോഗൺ വില്ലാസൊക്കെ പൂത്ത് നിൽക്കുന്ന പോലെ തോന്നില്ലേ, ആ ഒരു ഫീലില്ലേ. ആ ഒരു ഫീൽ നമുക്ക് ബോഗൺവില്ലയൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയമാകണം ഇല്ലേ, നമ്മളുടെ നല്ല ചൂടുള്ള സമയമാകണം. പക്ഷേ ഇതങ്ങനെയല്ല, എല്ലാ സീസണിലും ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്ന, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. നന്നായിട്ട് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. നല്ല ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഈ ലീഫുകളിൽ ഈ റെഡ് കളർ എടുത്തെടുത്ത് വരികയുള്ളൂ. പിന്നെ അപ്പം നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ദിവസവും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണ്. ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കെയർ ചെയ്ത് നമ്മൾ നോക്കേണ്ട ഒരു ചെടിയല്ല കേട്ടോ. നമുക്ക് സാധാരണക്കാർക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ അക്കാലിഫ കേട്ടോ. പിന്നെ ഇതിന് ഫെർട്ടിലൈസർ നമ്മൾ എപ്പോഴും ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വല്ലപ്പോഴും ഇച്ചിരി ചാണകമോ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ എന്തെങ്കിലും ഒരു വളം ഒരു മാസത്തിലൊരു പ്രാവശ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ തറയിലൊക്കെ നടാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിൽ പോകുന്നൊരു ചെടിയാണ്. അപ്പോൾ പ്രൂണിങ് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കൊടുത്തിരുന്ന പ്ലാന്റ്സുകളൊക്കെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ്, നന്നായിട്ട് റൂട്ട് വന്ന പ്ലാന്റ്സുകളാണ്. ഈ സൈസിലുള്ള ഒരു തണ്ടുകളാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അത് കൂടുതലും നമ്മൾ മഴ സമയത്ത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. പിന്നെ പെസ്റ്റിസൈഡിൻ്റെ ഒന്നും ഉപയോഗം ഇതിൽ കൂടുതലായിട്ട് വരുന്നില്ല. അങ്ങനെ പെസ്റ്റ് ആക്രമണമൊന്നും ഈ ചെടികളിൽ സാധാരണ കണ്ടുവരുന്നില്ല. അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നമുക്ക് വല്ല നീം ഓയിൽ സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പോട്ടിംഗ് മിക്സ് നോക്കുകയാണെങ്കിൽ നല്ല നീർവാർച്ചയുള്ള ഒരു മണ്ണായിരിക്കണം എടുക്കേണ്ടത്. അതിപ്പോൾ ഏത് ചെടിക്ക് നമ്മൾ എടുത്താലും അങ്ങനെയാണ്. നമ്മൾ ഈ ചള്ള കുത്തുന്ന മണ്ണോ അല്ലെങ്കിൽ കളിമണ്ണ് പോലെ ഇരിക്കുന്ന മണ്ണുകളോ ഒന്നും ചെടികളുടെ റൂട്ട് നന്നായിട്ട് ഓടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചട്ടിയിൽ നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് നീർവാർച്ചയുള്ള ഒരു പോട്ടി മിക്സ് എടുക്കുക. മണ്ണിൽ നമ്മൾ വലിയ കാര്യമൊന്നും നോക്കേണ്ട, നമ്മൾ സാധാരണ തറയിലൊക്കെ നട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. തറയിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റിലൊക്കെ പോവും. പിന്നെ പോട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറ്റിച്ചെടി പോലെ തന്നെ വളരും കേട്ടോ. അപ്പോൾ ചട്ടിയിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മളിതിന് പ്രൂണിങ് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുന്നിടത്തുനിന്നാണ് പുതിയ തണ്ടുകളൊക്കെ വന്ന് നല്ല പ്ലാന്റ് നല്ല ബുഷായിട്ട് നിൽക്കുന്നത് ആ ഒരു സമയത്താണ്. ഇതിൻ്റെ ഒരു ലീഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചെടിക്കും ഓരോ കളറാണ് ഇതിൻ്റെ ലീഫ്, കണ്ടില്ലേ. നമ്മളുടെ ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ പോലെ നമുക്ക് തോന്നും. ഇങ്ങനെ കടലാസ് പൂക്കളൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്കങ്ങനെയാണ് തോന്നാറുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് പറയണം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചെടിയിൽ ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികളാണ്. അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. എനിക്ക് വേണ്ടുന്നവർക്ക് അടുത്ത പ്രാവശ്യത്തെ സെയിൽ പോസ്റ്റ് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. അപ്പോൾ എല്ലാവരും ഗാർഡനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു അടിപൊളി ചെടിയാണ്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വെറൈറ്റിയാണ്, അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.